കാമനു കളി വീടായേ കാഞ്ചനമാല ജനിച്ചേ ഉത്തര ഭാരതവർഷേ ജയപട്ടണമെന്നൊരു ദേശേ കാമനു കളി വീടായേ. ടി.പി. സുകുമാരൻ മാഷ് കൊയിലാണ്ടി വെച്ചിട്ട് അന്ന് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു, മൊണ്ടേഷും അബ്സേഷനും. അത് മാഷ് ഒരുപാട് സ്റ്റേജുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ നേരത്തെ രാഘവ മാഷ് പരാമർശിച്ച ആളുടെ പ്രസംഗമാണ് വേണ്ടിയിരുന്നത്. ഞാൻ ഈ സംഘാടകരോട് ആദ്യം തന്നെ പറഞ്ഞു, സുകുമാരൻ മാഷത് പിന്നെ മതി, മറ്റേ ആളുടേത് ആദ്യം വെക്കുക നല്ലതെന്ന്. പക്ഷെ അവരത് കേട്ടില്ല. അതിന് സുകുമാരൻ മാഷ് 1 മണിക്കൂർ നേരം പ്രസംഗിച്ചു. മാഷ് ഇറങ്ങിപ്പോയപ്പോൾ പിന്നാലെ മൈക്കുകാരനൊഴിച്ച് ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയി. ഈ ആയഞ്ചേരി വലിയച്ഛൻ എഴുതുന്ന കാലത്ത് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ മാഷിൻ്റെ കൂടെ പല ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഒരു വലിയ പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മാഷ് പോയിട്ട് 30 കൊല്ലമായല്ലോ. അപ്പോൾ മാഷും ഈ നാടക സമയത്ത് ഞാൻ ഒരു 20-22 വയസ്സിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ മാഷ് എൻ്റെ ഒരു വലിയ ആളായിട്ടാണ് കണക്കാക്കിയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് ഈ നാടകത്തെക്കുറിച്ച് എപ്പോഴും പറയും. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ വീട്ടിലേക്ക് മാഷ് വരുമ്പോൾ അപ്പോഴാണ് ഈ ആയഞ്ചേരി എന്നുള്ള സ്ഥലം കാണുന്നത്. മാഷിൻ്റെ വലിയ ശതമാനെ ആയഞ്ചേരി വലിയ ശതമാനാക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങളിൽ മാഷ് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിലുള്ള മൃദംഗവും ഇതിലുള്ള പാട്ടും സോഫിസ്റ്റിക്കേറ്റഡ് ആകരുത്, അത് വളരെ പരുഷമായിട്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഇവിടെ ഇവർ ഗംഭീരമായി മനോഹരമായി പാടുകയും മൃദംഗം വായിക്കുകയും ചെയ്തു. ഇങ്ങനെ ആയിരിക്കില്ല നാടകവേദികളിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. മാഷ് അത് 2.5 കട്ട മൃദംഗമാണ് ശ്രുതിയേർക്കുന്നത്. 2.5 കട്ട മൃദംഗം ശ്രുതിയേർത്തിട്ട് അതിൻ്റെ കൂടെ മൈക്കില്ലാതെ ഒരു നാടൻ ഭാഗവതർ പാടുമ്പോൾ എന്തായാലും വെള്ളി വീഴും എന്നുള്ളത് ഉറപ്പാണ്. അതിനു വേണ്ടി തന്നെ ആയിരിക്കണേ 2.5 കട്ട വെച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് പൊതുവേ മാഷി സോഫിസ്റ്റിക്കേഷന് വിരുദ്ധനുമാണ്. അപ്പോൾ വളരെ പരുഷമായി പേശണമെന്ന് മാഷ് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ നമ്മുടെ സംവിധായകനോട് അപേക്ഷിക്കുകയാണ്. ഇനി ഞാൻ ഇത് വിഷയത്തിലേക്ക് കിടക്കാം. മാഷ് എനിക്ക് 200-250 കത്ത് എഴുതിയിട്ടുണ്ട്. കുറേ കത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 10-100 കത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കത്ത് മിക്കവാറും എഴുതിയിരുന്നത് മാഷ് അവിടെ നിർമ്മലഗിരി കോളേജിൽ ശിവകൃഷ്ണ മാഷൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ ആദ്യം പോസ്റ്റ് ഓഫീസിൽ കയറും, എന്നിട്ടാണ് മാഷ് കോളേജിലേക്ക് പോവുക. അവിടെ നിന്ന് എഴുതുന്ന 2-3 കത്ത് എഴുതിയായിട്ട് ഒന്ന് എനിക്കുണ്ടാവും. അപ്പോൾ ഇത് ദിവസേന കത്ത് വരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ എൻ്റെ ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസാണ്. അതെൻ്റെ വീട്ടിൽ നിന്നൊരു 3-4 കിലോമീറ്റർ ദൂരെയാണ്. ഈ പോസ്റ്റ്മാൻ ഇത് നിത്യവും കൊണ്ടുതരാതായി. അപ്പോൾ എൻ്റെ മറുപടി, മാഷൻ്റെ മറുപടി വളരെ ആവശ്യമാണ്. അപ്പോൾ അത് കിട്ടാതായപ്പോൾ മാഷൻ്റെ എന്താണ് അങ്ങനെ നീ മറുപടി അയക്കാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കിട്ടാത്തതിൻ്റെ വിഷമം പറഞ്ഞു, അതിൻ്റെ കാര്യവും പറഞ്ഞു. ഇങ്ങനെ പോസ്റ്റ്മാൻ്റെ ചതിയാണ്. അപ്പോൾ മാഷ് ഉടനെ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ദ ഹിന്ദു പത്രം എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു. പോസ്റ്റലായിട്ട് എനിക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ദിവസേന പത്രം എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ പത്രക്കാരാണ് നടപടി എടുക്കുക എന്നുള്ളതുകൊണ്ട് ഈ പോസ്റ്റ്മാൻ ആകെ പെട്ടു. അപ്പോൾ എല്ലാ ദിവസവും ഈ പോസ്റ്റ്മാൻ ഈ പത്രവും മാഷുടെ കത്തും, ഇപ്പോൾ മാഷുടെ കത്ത് ഇല്ലാത്ത ദിവസം ചിലപ്പോൾ പത്രം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇയാൾ അവസാനം എന്നോട് സാഷ്ടാംഗം പറഞ്ഞത് ഒന്ന് ഒഴിവാക്കി തരണം, എനിക്ക് കത്ത് വരുന്ന ദിവസം എല്ലാം കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാഷ് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് പിന്നെ അവൻ്റെ ഇത് ഒഴിവാക്കി കൊടുത്തത്. അപ്പോൾ അത് അത്രയും നിർബന്ധമായിരുന്നു മാഷുടെ ഈ കത്ത് അയക്കുന്ന കാര്യത്തിലും ആ കത്ത് എനിക്ക് കിട്ടുന്ന കാര്യത്തിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇത് ഏതാണ്ട് ഈ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ ശാഖയാണ്. ഇപ്പോൾ ആരും ഇതുപോലത്തെ കത്തുകൾ എഴുതാറില്ലല്ലോ, ഔദ്യോഗിക കത്തുകളല്ലാതെ മറ്റ് കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മാഷ് പിന്നെ വളരെ ശ്രദ്ധിച്ചിരുന്ന 3 പേരെ എനിക്ക് തോന്നിയത്, ഒന്ന് ഹെർബർട്ട് റീഡാണ്. അത് പ്യൂപ്പിൾ സെൻറ്റേർഡ് എഡ്യൂക്കേഷനിലും ടീച്ചേഴ്സിൻ്റെ എഡ്യൂക്കേഷനിലും മാഷ് പ്രത്യേകം പറയുന്നുണ്ട്. അവരൊക്കെ
ഹെർബർട്ട് റീഡിനെയാണ് മാഷ് പിൻപറ്റുന്നത്. പിന്നെ ഒന്ന് റൂസ് വളരെ മറ്റേ നല്ലവനായ കാട്ടാളിനൊക്കെ മാഷായിരുന്നാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു 2-3 പേരാണ് മാഷിൻ്റെ കാര്യമായ ഒരു സോഴ്സ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചില കത്തുകൾ ഒന്ന് വായിക്കാം. ഈ കത്തുകളിൽ ചിലത് പിന്നെ കത്തിൽ നോക്കി വായിക്കാൻ കഴിയില്ല, കാരണം ഇതൊക്കെ ഏതാണ്ടൊക്കെ കാണാം, അറബി പോലെയൊക്കെ കാണാം. അപ്പോൾ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഒരു തെളിവിന് വേണ്ടി ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നത് അല്ലാന്ന് കാണിക്കാൻ വേണ്ടി കുറേ കത്തെടുത്തിട്ടുണ്ട്. ബാക്കിയെ അവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് പിന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതി നേരത്തെ പിന്നെ മാഷ് പറഞ്ഞ പോലെ ഈ തീയനാണ് എന്ന് മാഷ് ആവർത്തിച്ച് പറയായിരുന്നു. തീയനാണ് എന്ന് മാത്രമല്ല അതിൽ മാഷ് വല്ലാതെ പിന്നെ ആനന്ദം കൊണ്ടിരുന്നു എന്നുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. മാഷ് ആദ്യം തന്നെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരാൾ തെങ്ങിൽ കയറിയിട്ട് പോവാണ്, ഏണി എടുത്തിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അയാൾ പിരിഞ്ഞു പോകുന്ന വഴിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വേറെ വഴിയാണ്, പക്ഷെ മാഷ് ഇയാളുടെ കൂടെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ് അങ്ങോട്ടല്ല ഇങ്ങോട്ടോ, എന്നോട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ തന്നെ മാഷ് പോവാണ്. എന്നിട്ട് അവൻ വീട്ടിൽ കഴിച്ചിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, എടാ ഇത് നമ്മുടെ കുലത്തിൻ്റെ മണമാണ്, എനിക്കെന്താ അറിയാം എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ട് എൻ്റെ പ്രത്യേകം പറയുന്നൊരു കാര്യം, ഇത് ഒരു ട്രഡിഷനാണ്, ഓർത്തഡോക്സി അല്ല എന്നാണ്. മാഷുടെ ഈ തീയനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒരു ഓർത്തഡോക്സി അല്ല, ട്രഡിഷനാണ് എന്ന് പ്രത്യേകം പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കത്തിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ഒന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേശാടനത്തിനെ കുറിച്ചാണ്. ഇത് 31/12/93 ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൽ മേലെ കൈകൊണ്ട് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ടി.പി. സുകുമാരൻ PhD എന്നാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതുമെന്നുള്ളതിന് വേറൊരു കത്ത് കൂടി എൻ്റെ കയ്യിലുണ്ട്, അത് എടുക്കാം. അപ്പോൾ അതിൽ തുടക്കം പാദമാദത്തെ വിദ്യായന ദർഹ സാ കൃഷ്ണദാസ ഭോ വിഷയദാസ എന്നാണ് ഇത് തുടക്കം. ദേശാടനങ്ങൾ ഭാഗം 1 എന്ന് പറഞ്ഞിട്ട് 29 പ്രഭാതത്തിൽ കാലടി യാത്ര, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നാടക ക്യാമ്പ് രാമകൃഷ്ണ മിഷൻ UP സ്കൂളിൽ, നേരെ ശങ്കര ഭഗവത്പാദരുടെ സമാധിയുടെ സന്ദർശനം, പെരിയാർ ഭീകരി ശക്തിസ്വരൂപിണി, സമാധിരംഗം അവൾ പള്ളക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു, മണൽപ്പായിലാണ് അമ്മച്ചിയുടെ കിടത്തം, പടിഞ്ഞാറ് ശങ്കര സ്മാരകം, കിഴക്ക് ആര്യാമ്പ സമാധി സ്മാരകം, ആര്യാമ്പ സമാധിയുടെ ചുറ്റിലും സപ്തമാതാക്കളുടെ ബിംബങ്ങൾ, മധ്യത്തിൽ ആര്യാമ്പയുടെ വിഗ്രഹം, ശങ്കര സ്മാരകത്തിനകത്ത് ശങ്കരനിരിക്കുന്നു, 4 കെട്ടിലെ ഭിത്തികളിൽ ശങ്കരചരിത്രത്തിൽ നിന്നുള്ള റിലീഫുകൾ. ഇപ്പോൾ ഈ സ്ഥലം എന്നെ ശരിക്കും കാണിച്ചു തന്നല്ലോ. 2 സമാധികളുടെ സങ്കല്പം അതിമധുരം. ശങ്കരൻ്റെ കാട്ടിൽ കത്തോലിക്ക മതത്തിൽ കന്യാമറിയം എന്ന പോലെ യൂണിവേഴ്സൽ മതമുണ്ടല്ലോ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമാധികളുടെ നിർമ്മിതി. പക്ഷേ ശാങ്കരമതത്തിൽ ഒരു അച്ഛൻ പ്രാമാണ്യമില്ലേ? അപ്പോൾ ഒരു വശത്ത് സ്ട്രോങ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈഡിപ്പസ് കോംപ്ലക്സ്, മറുവശത്ത് വീക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് ഈഡിപ്പസ് കോംപ്ലക്സ്. ഇതല്ലേ പ്രച്ഛന്ന ബൗദ്ധത? വെറും ബൗദ്ധത സ്ട്രോങ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈഡിപ്പസ് കോംപ്ലക്സ് തന്നെ. ശാങ്കരമതത്തോട് വിവേകാനന്ദൻ ഒട്ടിപ്പിടിച്ചു നിന്നു. ബുദ്ധന് തല്ലുകൊള്ളേണ്ടതാണെന്ന് ആക്രോശിച്ചു. വിവേകാനന്ദനെ ഭുവനേശ്വരി കാളി അമ്മ, ശ്രീരാമകൃഷ്ണൻ അച്ഛനെ അങ്ങോട്ട് കൂടുതൽ കാര്യം. അകത്തിരുന്ന അമ്മ സാഹസിക്കാൻ തുളുമ്പിച്ചു. അവിടെയും ഒരു നൽ പോയിൻ്റ്, ഇന്ത്യയുടെ 2 മരവിപ്പുകൾ. മരവിപ്പിനെ വർദ്ധമാനമാക്കിക്കൊണ്ട് EM ശങ്കരൻ്റെ അനുഗ്രഹാശിസിൽ വർത്തിക്കുന്ന പൂകാസ ക്യാമ്പ് സമീപം. അതിൽ വെച്ച് തായാട്ട് ശങ്കരൻ്റെ വിവരദോഷങ്ങളുടെ വേലിയേറ്റം. അപ്പം 3 ശങ്കരന്മാരെ കുറിച്ച് പറഞ്ഞു പോവാണ്. സിംബോസിയത്തിൽ അധ്യക്ഷനായിരുന്നു. കേസരിയെ തൊട്ടുകൂട്ടി ആരംഭം. ചിന്താപരമായി പ്രതിഭാനം ഇൻറ്റ്യൂഷൻ കാഴ്ചവെച്ച ഒരേ ഒരാൾ കേരളത്തിൽ ആദിശങ്കരൻ, പിന്നെ ആരുമില്ല. നടന നൃത്തഭ്രമമാണ് കാരണം. കയ്യാംഗം കൂടുതലുള്ള കേരളീയ ജനത, കയ്യാംഗം കൂടുതലുള്ളവർക്ക് ചിന്താമൗലികത്വം ഒരു മരീചിക. വലിയ നർമ്മങ്ങൾക്ക് ക്യാമ്പ് കുഞ്ഞാടുകൾ കയ്യടിക്കുന്നില്ല, ചെറിയ ഫലിതങ്ങൾക്ക് ചിരിയും കയ്യടിയും. കിം ബഹുന, രാഗവിസ്താരത്തിൻ്റെ ചാരുതയിലുണ്ടോ നാം കയ്യടിക്കുന്നു, കീർത്തനത്തിലെ സ്വരക്കസരത്തിനല്ലാതെ. ഒരു കത്താണ് ഇതെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ വിശ്വസിക്കുക. അതൊരു കത്ത് ആവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വല്യശവൻ കാര്യം ഒന്ന് കലങ്ങിയ വട്ടാണ്. സംവിധായകനായിട്ട് ഈ പവിത്രൻ എൻജിഒ യൂണിയനുമായി വല്ലാണ്ട് ഇടഞ്ഞു. ഇനി റെഡ് സ്റ്റാറും വേണ്ട, ക്രിസ്മസ് സ്റ്റാറും വേണ്ട എന്നാണ് മൂപ്പരുടെ നിലപാട്.
അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്ത് സംഭവം നടന്നാലും അത് അന്ന് തന്നെ എന്നെ എഴുതി അറിയിക്കുക എന്നുള്ളത് മൂപ്പരുടെ ഒരു സ്വഭാവമായിരുന്നു എന്ന് പറയാണ്. ആ കത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം 29/12/92 എഴുതിയതാണ്. കൃഷ്ണദാസ എഴുതാൻ വിചാരിച്ചിരുന്നു. ഇടയ്ക്കൊരു തൃശ്ശൂർ പേരുറിയാനും വേണ്ടി വന്നു. കൃത്യം പറഞ്ഞാൽ അന്തിക്കാട് വരെ പോയി. അവിടെ CPI ചെത്തുതൊഴിലാളി യൂണിയൻ 50-ാം വാർഷികം. ചെത്ത് യൂണിയൻ RSS ആയാലും ചെത്താണല്ലോ, ചെല്ലാം എന്ന് ഭാരവാഹികൾ ചോദിച്ചപ്പോഴേക്കും ഞരമ്പുകളിൽ ചോര തിളച്ചു. വർഗസ്മൃതി പൂക്കുറ്റി പോലും ഉയരുകയായി. ഹായ്, പിന്നെ ഊടിന് ഉറക്കലും തീയൻ ചോവൻ ഈടവൻ ചാന്നാൻ തണ്ടാൻ എന്ന് ഉരുവിട്ടുകൊണ്ടിരിപ്പ് തന്നെ. സമ്മതം ഉടൻ അറിയിച്ചിരുന്നു. തൃശ്ശൂരിൽ നിന്ന് അന്തിക്കാട്ടേക്കുള്ള യാത്രയിലാണ്, പങ്കെടുക്കേണ്ടത് സാംസ്കാരിക സമ്മേളനത്തിലാണ് എന്ന ചിന്ത പെട്ടെന്ന് അലട്ടിക്കളഞ്ഞത്. കള്ളും സംസ്കാരവും എങ്ങനെ മംഗലം കഴിക്കും? കള്ള് അസംസ്കൃതമെന്നും വാറ്റുമദ്യങ്ങൾ മാത്രമാണ് പരിഷ്കൃതമെന്നും ഊറി വരുന്നത് അനുസ്മൃതിയുടെ കള്ളിൻ്റെ പച്ച മനുഷ്യൻ്റെ കാലമാണെന്ന് നിരീക്ഷെടുത്തു. പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ലാത്തിയെടുത്ത് ഒറ്റ വീശലും വീശി. പറഞ്ഞത് മുഴുവൻ മുത്തപ്പൻ, കുന്നത്തുർപ്പടി, വയനാട്ടുകുലവൻ എന്നീ മഹാരഥന്മാരെ പറ്റിയായിരുന്നു. ശരിക്കും വയനാട്ടുകുലവനാണ് നമ്മുടെ കുലകൂടസ്ഥനെന്ന് സമർത്ഥിക്കുകയുണ്ടായി. സ്ഥലത്തുണ്ടായിരുന്ന സകലമാന ചോവരൻ രോമാഞ്ചകഞ്ചുകരായി എന്ന് തൃശ്ശൂർക്കാരനായ EN സതീഷ് നൽകിയ റിപ്പോർട്ട്. വയനാട്ടുകുലവൻ്റെ കഥയിലാണത്രേ ചോവൻ സമാജം മറന്നടിച്ചത്. കള്ളിൻ്റെ അധിവാസം പണ്ട് തെങ്ങിൻ്റെ മുരട്ടിലാണെന്നും അത് ശിവൻ്റെ മദ്യാസക്തി സഹിക്കാതെ പാർവതി തടവി തെങ്ങിൻ്റെ മൂട്ടി എത്തിച്ചതാണെന്നും ശിവൻ വയനാട്ടുകുലവനെ സൃഷ്ടിച്ച് ചെത്തിച്ച് കാലയാപനം ചെയ്തു എന്നുമുള്ള കഥ തൃശ്ശൂർക്കാർക്ക് പുത്തരിയായത്രേ. നോക്കണേ, ഇതാണ് ഈ വർഗം ആഗോളാടിസ്ഥാനത്തിൽ ഐക്യപ്പെടില്ല എന്നതിൻ്റെ തെളിവ്. മൊത്തത്തിൽ ഒരു ഉൽപ്പത്തി മിത്തില്ലെങ്കിൽ പിന്നെ CPM, CPI, നക്സൽ, CMB, SUCI ഇവറ്റകൾ വിധം തിരിഞ്ഞിരിക്കാതെ എങ്ങനെ? CPI 10ാം ക്ലാസ് A ആണെന്നും CPM 10ാം ക്ലാസ് B ആണെന്നും പറഞ്ഞ പോലെ വിജയമാഷ് എന്നോട് വളരെ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. ഈ രണ്ടുപേരും എന്നോട് അങ്ങനെ ഒരു അടുപ്പത്തിന് കാരണം ഈ കേസരിയാണ്. ഞാനാണ് ഈ കേസരിയുടെ ആ പ്രബന്ധങ്ങളൊക്കെ സമാഹരിക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിച്ചിരുന്നു. ആ അധ്വാനമാണ് മാഷെ എന്നെ കടുപ്പിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വിജയമാഷുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മാഷ് എന്നോട് പറഞ്ഞു, എൻ്റെ ആരൂട്ടം കണ്ണൂരാണ് എന്നും ശരിക്കും തീയനാണ് എന്നും. പക്ഷെ പറയാണ് മാഷ് മേനോൻ ഒക്കെയാണ് ജാതി. പക്ഷേ മാഷ് തെളിവായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാഷുടെ MN എന്നുള്ളത് മൂളിയിൽ നാരായണൻ വിജയനാണ്. ഈ മൂളിയിൽ എന്നുള്ള പേര് ഈ തൃശ്ശൂർ മാഷ് വീട്ടിന് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് കണ്ണൂർ ധാരാളം ഈ മൂളിയിൽ ഉണ്ടല്ലോ. പിന്നെ മാഷക്ക് അവിടെ അച്ഛൻ്റെ വകയിൽ ബന്ധുക്കൾ ആരുമില്ല. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മാഷ് ഇത് എന്നോട് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ സുകുമാരൻ മാഷെ കണ്ടപ്പോൾ ഞാൻ ഈ വിവരം പറയാം. അപ്പോൾ മാഷ് അങ്ങ് രോമാഞ്ചം കൊള്ളുകയാണ്. പിന്നെ ആ ഒരു കത്താണിത്. അപ്പോൾ മൂളിയിൽ എന്നുള്ള പേരിൽ തുടങ്ങുന്നത്. മൂളിയിൽ പേരുള്ള തീയ കുടുംബമാണ്. മൂളിയിൽ രാമോട്ടി ഗുരുക്കൾ ഗുണ്ടറ്റിൻ്റെ കൂടെ ചേർന്ന് അബ്രഹാം മൂളിയിൽ എന്ന ഉപദേശിയായി. അദ്ദേഹത്തിൻ്റെ മകൻ ജോസഫ് മൂളിയിലാണ് ബാസിൽ മിഷൻ സഭാചരിത്രം സുകുമാരി എന്ന നോവലിൽ വിവരിച്ചത്. മൂളിയിൽ സുഭദ്ര ചൊവ്വാഴ്ചത്തിൻ്റെ എച്ചമായിരുന്നു. അവരുടെ ആങ്ങളെയാണ് പ്രമുഖ വ്യവസായിയായ ഭരതൻ. സന്നിധാനം, വീറ്റ് ഹൗസ് എന്നീ ഹോട്ടലുകളും NS ടാക്കീസും ഭരതൻ സ്ഥാപിച്ചത്. ഓവരൻ തീയനാണെങ്കിലും വടകരയാണ് ആരൂഢം എന്ന് പറയാറുണ്ട്. ഓവരൻ്റേത് വടകര കറുപ്പ് തന്നെ, വിജയമാഷിൻ്റേത് കണ്ണൂർ കറുപ്പല്ലേ. കൊടുങ്ങല്ലൂരിൽ വടകര മൂപ്പന് പ്രത്യേക വാഴ്ത്തറയുണ്ട്. വടകര മൂപ്പൻ്റെ കീഴിലാണ് കോഴിക്കോട് മുതൽ കിഴക്കോട്ടുള്ള എല്ലാ തീർത്ഥാടകരും കൊടുങ്ങല്ലൂരിൽ എത്തേണ്ടത്. പ്രാദേശിക മൂപ്പന്മാർ നിരവധി. കീഴ്നയിൽ തട്ടാൻ മൂപ്പനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് എൻ്റെ അച്ഛൻ കൊടുങ്ങല്ലൂർ പോയിരുന്നത്. വിജയൻ മാഷും കോമളാങ്കനാണെന്ന് കേട്ടപ്പോൾ, ഈ കോമളാങ്കൻ എന്നുള്ളൊരു കഥയുണ്ട്, അറിയാലോ. തീയാണെങ്കിലും കോമളാങ്കൻ എന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലോ. വിജയൻ മാഷും കോമളാങ്കനാണെന്ന് കേട്ടപ്പോൾ നമ്മൾ രണ്ടാളോടും ഇവിടെ ഹിന്ദുക്കളെയുള്ളൂ, നായന്മാരില്ല എന്ന് പറഞ്ഞ കോമളാങ്കനെ ഓർത്തുപോയി. അത് ഞങ്ങളുടെ ഈ ഗവേഷണ യാത്രയിൽ അതൊക്കെ ഒരാളെ കണ്ടിട്ടിപ്പോൾ പറഞ്ഞാൽ. ഇനി മാഷ മകനെക്കുറിച്ചാണ്, ഇവിടെ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അനി ടെമ്പറാമെൻ്റ് കൊണ്ട് തനി തീയനല്ലേ. ധർമ്മടൻ തീയരുടെ ഭാഷയല്ലേ അവൻ്റെ ഭാഷ. ആ ഭാഷയല്ലേ അവൻ്റെ വനതയുടെ പോരിമ. ഇപ്പോൾ പലരും തീയ പൈതൃകം അവകാശപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. MA റഹ്മാൻ അക്കൂട്ടത്തിലാണ് പെടുന്നത്.
റഹ്മാൻ്റെ ഗോത്രസ്മൃതി എന്ന വയനാട്ടുകുലവൻ സിനിമ താൻ തീയനാണെന്ന് ആവേശത്തിലെടുത്തത്. ഗോത്രം തീയ ഗോത്രം തന്നെ. റഹ്മാൻ്റെ ഉമ്മക്കറിയാവുന്നിടത്തോളം തെയ്യം കഥകളും തീയ പുരാവൃത്തങ്ങളും ഉദുമയിലെ തീയത്തികൾക്ക് പോലും അറിയില്ലായിരുന്നു. ഇത് റഹ്മാൻ തന്നെ പറഞ്ഞത്. വംശീയത ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് തീയനെന്ന് ഉത്തര കേരളത്തിലെ വിശുദ്ധവനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ എന്ന കണ്ടോത്തുകാരൻ നമ്പ്യാർകുട്ടി പറയുന്നു. കണ്ടോത്ത് മുയങ്ങി മണക്കുന്ന തീയരുടെ സാമ്രാജ്യം. സ്വാമി ആനന്ദതീർത്ഥൻ പുരയക്കുട്ടികളെയും കൊണ്ട് നടന്നു വരുമ്പോൾ തല്ലി നിലംപരിച്ചാക്കിയത് കണ്ടോത്തുകാർ, തീയർ, നായിൻ്റെ മക്കളെന്നും കൂടി ഉണ്ട് അവിടെ. ആനന്ദതീർത്ഥൻ്റെ മരണവഴി എടുത്തിരുന്നതെന്ന്. തീയന് സംസ്കൃതം പഠിച്ചാൽ ബ്രാഹ്മണനാണെന്ന് തോന്നും, അഭിനവ ശങ്കരനാണെന്ന് തോന്നും. വാഗ്ഭട്ടൻ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് അങ്ങനെ തോന്നിയിരുന്നു. അഴീക്കോട് മാസ്റ്റർക്കും തോന്നാറുണ്ട്. അഴീക്കോട് ശിഷ്യരിൽ നമ്പൂതിരിമാർക്കാണ് മുൻഗണന നൽകിയിരുന്നത്. പിന്നെ നായർ. തീയനെ കണ്ണിന് കണ്ടുകൂടായിരുന്നു. പഴശ്ശി പ്രഭാകരന് ഗവേഷണത്തിന് അനുവാദം കൊടുക്കാഞ്ഞത് അവൻ തീയനായതുകൊണ്ട്. എം ഡിയെ കുറിച്ചൊരു പ്രബന്ധം വായിക്കാനുണ്ട്. അതൊരു നിരൂപണമാണ്. എം ഡിയുടെ കഥയ്ക്കാകെ തരുണാസ്ഥിയുടെ ബലമേയുള്ളൂ. ശരിക്കും എല്ലുബലം കാണണോ പപ്പനാഭൻ്റെ കഥകൾ വായിക്കണം. പത്മനാഭൻ എന്നല്ല, പപ്പനാഭൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പപ്പനാണെങ്കിൽ ഈയടുത്ത നാടുകളിൽ കുറേയേറെ നാറിപ്പോയി. എം ഡി പള്ളിച്ചാൻ നായരാണത്രേ. അവൻ പള്ളിക്കുന്ന നായരോളം വരില്ലെന്ന് പത്മനാഭൻ. ഈ നായന്മാർ അടിച്ചു തെളിയട്ടെ. മാവില കാവിലടി പ്രസിദ്ധം. തീയൻ ചുമരിൽ കയറ്റിയാണ് നമ്പ്യന്മാരെ തല്ലിക്കുക. ഞാനും ഇത് തന്നെ ചെയ്യട്ടെ എന്നാണ് അത് പറയുന്നത്. ഒരു സമവയസ്കൻ ചങ്ങാതിയും അച്ഛനെ കൊണ്ട് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം. ഈ മാഷ എപ്പോഴും ഈ അച്ഛനും അമ്മയായിട്ട് വലിയ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഒരു വിരുദ്ധ ചേരിയിലായിരുന്നു. അടുത്ത ഒരു സമവയസ്കൻ ചങ്ങാതിയുമൊത്ത് നിർമ്മലി കോളേജിൻ്റെ വൻ കെട്ടിടം ചുറ്റിക്കണ്ടു. കെട്ടിടം നിശ്ചലമായിരുന്ന ഒരു ഞായറാഴ്ചയാണ് പരിപാടി നടത്തിയത്. വല്ലവരും ആരാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കാണാൻ കൗതുകമുള്ള രണ്ടുപേർ എന്നെ ഉത്തരം പറയാവൂ എന്ന് സുഹൃത്തോട് അച്ഛൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്രേ. സ്വയം വെളിപ്പെടുത്തിയാൽ വാദ്യരായ മകൻ്റെ അന്തസ്സിനെ കുറച്ച് തട്ടിയെങ്കിലോ എന്ന ചിന്തയായിരിക്കും ഒന്നുകിൽ അച്ഛനെ ഭരിച്ചത്, എങ്കിൽ അച്ഛൻ ഈ അഹങ്കാരിയായ മകനെ അറിഞ്ഞുകൂടായിരുന്നു. അല്ലെങ്കിൽ തിരസ്കരണി വിദ്യയുടെ ആനന്ദം അനുഭവിക്കാനുള്ള ഒരു നിഗൂഢ വാഞ്ചയായിരിക്കും. ഇതിൽ മകനെക്കുറിച്ചുള്ള അഭിമാനം ഒരു ശുദ്ധ സംഗീതം കണക്ക് അടിയൊഴുക്കായി നിൽക്കുന്നു. മധുരം, സൗമ്യം, ദീപ്തം എന്ന് അച്ഛനെക്കുറിച്ച് ഒരുപാട് മോശമായിട്ട് എഴുതിയ കത്ത് കണ്ടിട്ട് എടുക്കാനിട്ടാണ്. അച്ഛനെക്കുറിച്ച് നന്നായി എഴുതിയൊരു കത്ത് ഇതാണ്. ഇത്തരം സ്വപ്നങ്ങൾ അപൂർവ അനുഭവങ്ങൾ തന്നെ. പണ്ടൊരിക്കൽ എനിക്ക് ഇങ്ങനെയൊന്നുണ്ടായി. ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ആവർത്തനം ക്ഷമിക്കുക. ഇത് എഴുതുന്നത് 87-ലാണ്. യൂറി ഗഗാരൻ കാർ അപകടത്തിൽ മരിച്ച ദിവസം. അന്ന് രാത്രിയത്തെ ഉറക്കത്തിലാണ് സ്വപ്നം. ഗഗാരൻ കീഴ്ന്നയിലുള്ള എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഒരു സായിപ്പിൻ്റെ വരവിൽ എൻ്റെ തന്തത്തീയന് ഈറ. ഇതാണ് അച്ഛനെ കൊണ്ട് സാധാരണ പറയുന്ന വാക്ക്. തണ്ടത്തീയത്തിയെയും കൂട്ടി പുറത്തിറങ്ങി. തന്തത്തീയൻ പറയുന്നു, ഞങ്ങളിവിടുന്ന് പോവാണ്, ഇതൊന്നും സഹിക്കാൻ പറ്റില്ല, എന്തൊരു കഷ്ടമായത്. അപ്പോൾ ഞാൻ പ്രതിവച്ചിരിക്കുന്നു, അച്ഛാ ക്ഷമിക്ക്, ഞാൻ പോയിക്കൊള്ളാം, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളി. ഗഗാറിനെയും കൂട്ടി ഞാൻ തോട്ടട ഗവൺമെൻറ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പാറക്ക് പോകുന്നു. അന്ന് അവിടെ സ്കൂളില്ല. അപ്പോൾ അവിടെ ഞങ്ങളുടെ അന്നത്തെ പ്രിൻസിപ്പാൾ രാജശേഖരൻ, അന്ന് പ്രിൻസിപ്പാൾ രാജശേഖരൻ മാഷ്, ജോണി എന്നീ സഹൃദരായ അധ്യാപകർ, പിന്നെ തീറ്റിപ്പണ്ടാരമായ ഒരു അധ്യാപകൻ, അയാളുടെ തിരിപ്പേരവിടെ പറയുന്നത് ഞാൻ വായിക്കുന്നില്ല, ടി വി കരുണാകരൻ, ഇത്രയും പേർ വന്നിരുന്നു. പ്രിൻസിപ്പാൾ നല്ലതുപോലെ സാഹിബിനെ പരിചരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച് സ്ഥലം വിടുന്നു. ഞാൻ യാദൃച്ഛികമാണ് ഗഗാറിൻ്റെ പുറത്ത് നോക്കിയിട്ട് സഞ്ചിയിൽ ഒരു സെറ്റ് ഓടക്കുഴ കാണുന്നത്. ഒന്ന് വായിക്കപ്പാ, ഞാൻ കെഞ്ചി. ഒരെണ്ണം എടുത്ത് ഗഗാറിന് വായിച്ചു കൊണ്ടിരിക്കുക ഗഗാറിൻ്റെ തലയിൽ പീലി വളരുന്നു, ഉടുപ്പ് മഞ്ഞപ്പെട്ടാവുന്നു, മെയ് തികച്ചും കറക്കുന്നു. ഉടലുതവേ ഗഗാറിൻ്റെ ഒരു ലാസ്യ നൃത്തമായി. ഞാൻ അപ്പടി ലയിച്ചു എന്ന് പറഞ്ഞതിന് മതിയല്ലോ. പയ്യെ കൈകൊണ്ട് മുഖം തടവി. ശിവനെ, എൻ്റെ മുഖം പശുവിൻ്റെ മുഖമായിരിക്കുന്നു. ഞാനത് കുത്തി പൂർവ്വയിലാക്കാൻ തുരവും പണിപ്പെട്ടു. ഗഗാറിന് പോകാൻ തുടക്കം ഞാൻ തന്നെയാണ് ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയത്. ഒപ്പം കരുണനും വന്നിരുന്നു. എല്ലാവരും കൂടി അമ്പുവിൻ്റെ ചായപ്പീടികയിൽ കയറി നേന്ത്രക്കായും ചായയും കഴിച്ചു. അപ്പോൾ മറ്റേ തീറ്റപ്പണ്ടാരമായ മാഷ് ചോദിക്കാൻ, റഷ്യയിലൊക്കെ ഏത്തക്കായ്ക്ക് നല്ല വിലയായിരിക്കും ഇല്ലേ, ഗഗാരൻ ചോദിക്കുന്നു. ഗഗാറിന് ബസ് കയറ്റാൻ നേരത്തെ ഞാനുണ്ടായിരുന്നുള്ളൂ. തിരികെ ഞങ്ങൾ പാറക്ക് ചെന്നു. അപ്പോൾ രാജശേഖരനും ജോണിയും പരസ്പരം മുഖം തിരിയാണ്. രണ്ടുപേരും ഗോവധന്മാരായിരിക്കുന്നു.
ജോണി പടപടായി കരയുന്നുണ്ട്. അങ്ങനെ ആ കത്തിങ്ങനെ പോവാണ്. 8 പറയാണ്, ടൗൺ ഹാളിൽ ആയഞ്ചേരി അവതരിപ്പിച്ചിരുന്നു. ബേപ്പൂർ നാടക പാഠശാലക്കാരാണ് ചെയ്തത്. ചിറമ്മൽ ജോസ് അവിടെ ഉണ്ടായിരുന്നു. അവനും അത് ചെയ്യാൻ മോഹം. പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ബേപ്പൂർക്കാരുടെ പ്രൊഫഷൻ ഒന്ന് തേച്ച് മിനുക്കിയതായില്ല. 3-4 സ്റ്റേജാകുമ്പോൾ നന്നാവും. പരിപാടി കഴിഞ്ഞ് ഒരു ലോഡ്ജിൽ കൂടി. മധുമാസ്റ്ററും ജോസും ഒക്കെ ഉണ്ടായിരുന്നു. ധാരാളം നാടക വർത്തമാനങ്ങൾ നടന്നു. ഈ ദശകത്തിൽ ഏക തിയേറ്റർ പരീക്ഷണം മാത്രമേ ആണത്രേ ആയഞ്ചേരി. ഞാൻ ദുഷ്ടനായ ഒരു പണ്ഡിതനാണെന്നാണ് മധുമാസ്റ്ററുടെ കമൻറ്റ്. പലതും പുതിയ ഉരുപ്പടി എഴുതി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. അടിയൻ വെറും ഏഴയാണേ, നിങ്ങളൊക്കെ കരുതുന്ന പോലെ പ്രതിഭാപുത്രമൊന്നുമല്ല കൂട്ടരെ എന്ന് അറിയിക്കുക മാത്രം ചെയ്തു. അങ്ങനെ ആണ് ആ കത്തിനെക്കുറിച്ച് പറഞ്ഞ് തീർക്കുന്നത്. പാലക്കാട് മണികയെക്കുറിച്ചുള്ളതാണ് ഒന്ന്. ഇതിൽ പറയുന്നത് മുരുകഭൂപതിയെക്കുറിച്ചാണ്. മുരുകഭൂപതി ആയിരുന്നു മാഷുടെ സ്കൂളിൻ്റെ സ്ഥാപകൻ എന്ന് പറയാം. മുരുകഭൂപതിയുടെ ശിഷ്യൻ SCS നാരായണ്. SCSൻ്റെ ശിഷ്യൻ കൊച്ചിൻ ഗോപിനാഥിൻ്റെ അടുത്ത് നിന്നാണ് മാഷ് മൃദംഗം പഠിച്ചത്. അതുകൊണ്ട് മാഷക്ക് ആ സ്കൂളിനോട്ട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. മുരുകഭൂപതിയെക്കുറിച്ച് മുമ്പേ ഞാൻ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. മണിയയിലോളം പോരുന്ന, എന്നാൽ അത്ര കൊട്ടി വാഴ്ത്തപ്പെടാത്ത ആളാണ്. ഞാൻ നേരിട്ട് വെറുതെ പടം വായന കേട്ടിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നടന്ന ഒരു കച്ചേരിയെപ്പറ്റി പറയാം. മധുര സോമുവിനായിരുന്നു ഭൂപതി കൂട്ട്. തൊട്ട് മുമ്പേ ഉമയാൾപുരം വായിച്ചു. എൻ്റെ ഏതാണ്ടടുത്ത് ഭൂപതി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉമയാൾപുരം ശിവരാമൻ തൻ്റെ വൃത്തികെട്ട ഒരിടം പ്രയോഗം ഇവിടെ കാഴ്ചവെച്ച് ഞെളിഞ്ഞു. സംഗതി പിന്നീട് ഞാൻ നേരിൽ കാണിച്ചു തരാം. ഭൂപതിയുണ്ടല്ലോ, ഇടം കൈ കൊണ്ടൊരു ഉരുട്ടാണ് തുടങ്ങിയത്. ഒറ്റക്കൈ മാത്രം ഉപയോഗിച്ച് ഒരു വിദ്യ. സദസ്സ് രോമാഞ്ചം കൊണ്ടു. മൃദംഗത്തിൽ ഇതുവരെ ആരും അങ്ങനെ പ്രയോഗിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. അടിയൻ അക്കാലത്ത് കുറച്ച് പ്രാക്ടീസ് നോക്കിയിരുന്നു. വഴങ്ങുന്ന ചരക്കല്ല എന്നുകൊണ്ട് വിട്ടുകളയുകയാണ് ചെയ്തത്. അങ്ങനെ അത് പോകുന്നു. കടമ്പനിട്ടയെക്കുറിച്ച് ഒക്കെ പറഞ്ഞത് ആ പുസ്തകത്തിലുണ്ട്. അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല.